ഹലോ ഗേയ്സ്, അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ്. അപ്പം പൂരിക്കുള്ള മാവൊക്കെ നമ്മൾ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൂരി പരത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് പൂരി പരത്തിയെടുക്കാമില്ല. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ പൂരിക്ക് കറി വയ്ക്കാനായിട്ട് നമ്മൾ മുട്ട അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുട്ട തിളച്ചതിന് ശേഷം നമുക്ക് കറി കൂടി വയ്ക്കാം. അപ്പം നമ്മുടെ പൂരി പരത്തി കഴിയാറായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പൂരി ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഇളം ചുമന്ന കളറാകുമ്പോൾ നമുക്ക് പൊരിയെടുക്കാം. മതി, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മുടെ പൂരി എല്ലാം ചുട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ പൊള്ളിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കറിക്കുള്ള ചട്ടി അടുപ്പിച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി കണ്ണിലൊക്കെ പറിക്കണം. പൊട്ടി ശേഷം നമുക്ക് കറിവേപ്പിലേക്ക് കൊടുക്കാം. നമുക്ക് ഉള്ളി, മുട്ടക്കറിക്കുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് വാടട്ടെ. അപ്പം നമുക്കിത് വാടിയതിന് ശേഷം അരപ്പിടാം. നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി മുട്ടക്കറിക്ക് ഇത്തിരി കൂടുതൽ, മുളക് പൊടിയേക്കാളും കുറച്ച് കൂടുതൽ. നന്നായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മതി. കാരണം പൂരിക്ക് അധികം എരി വേണ്ട.
കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മതി, ഒരു മണത്തിന് വേണ്ടി. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സൂക്ഷ്മദർശിനിയാണ്. സോ ഇത്രയാണ് ഗൈസ് നമ്മുടെ സ്കൂൾ പർച്ചേസ്. ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു? അത് എങ്ങനെയുണ്ടായിരുന്നു പർച്ചേസ്? നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉള്ളി വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം നമ്മുടെ കിങ്ങിണി നമ്മളവിടെ പിണങ്ങി കിടക്കുകയാണ്. നമുക്കിന്ന് മീൻ കിട്ടിയില്ല, അതുകൊണ്ട് കിങ്ങിണി ആഹാരം അങ്ങനെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് കിങ്ങിണി പിണങ്ങി കിടക്കുകയാണ്. നമുക്കിന്ന് മഴ ആയതുകൊണ്ട് ഇന്നിവിടെ മീനൊന്നും ആരും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് കിങ്ങിണിക്ക് ഫുഡ് ഞങ്ങൾ മേടിച്ച് കൊടുക്കുന്നുണ്ട്. പൂച്ചേര ഫുഡ് ഞങ്ങൾ മേടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും കിങ്ങിണിക്ക് മീൻ കൂട്ടി ചോറ് കഴിക്കുന്നതാണ് കൊക്കൂല. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് നല്ല വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരിയുടെ കൂടെ കറിയും കൂട്ടി കഴിക്കാം. അപ്പം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ പൂരിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. കാരണം നല്ല പപ്പടം പൊള്ളിയതുപോലെ പൊള്ളി വന്നിട്ടുണ്ട്. നല്ല മയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.